എന്തെങ്കിലും കള്ളത്തരങ്ങൾ വന്നാൽ, കാപട്യങ്ങൾ വന്നാൽ, നമ്മെ വക്രത ജീവിതത്തിൽ വന്നാൽ അത് ദൈവത്തിൽ നിന്ന് അകലുവാൻ തക്കവണ്ണം ഇടയാകും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ ധന്യമുള്ള തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഇന്നത്തെ ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശവാക്യം 11-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സദൃശവാക്യം 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്ത പിടിയോ അവന് പ്രസാദമെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവം വെറുക്കുന്ന കാര്യങ്ങളാണ് കള്ളത്തരം, കാപട്യം, വക്രത. ഇവ ദൈവം വെറുക്കുന്നുവെന്ന് നമുക്ക് ആദ്യം മുതൽ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകും. ആദ്യം മുതൽ തന്നെ ആദാമും ഹവ്വായും പാപം ചെയ്ത് കള്ളത്തരം കാണിച്ച് ദൈവത്തിൽ നിന്ന് അകലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ വന്നാൽ, കാപട്യങ്ങൾ വന്നാൽ, വക്രത ജീവിതത്തിൽ വന്നാൽ അത് ദൈവത്തിൽ നിന്ന് അകലുവാൻ തക്കവണ്ണം ഇടയാകും. അതിനുശേഷവും വചനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ യാക്കോബ് ഏശാവിനെ പറ്റിക്കുവാൻ തക്കവണ്ണം ഇടയായി. പറ്റിച്ച് അവൻ തന്റെ സഹോദരന്റെ നന്മയെ, അനുഗ്രഹത്തെ തട്ടിയെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവം ചതിയെ വെറുക്കുന്നു, വക്രതയെ ദൈവം വെറുക്കുന്നു, കള്ളത്തരത്തെ ദൈവം വെറുക്കുന്നു. ഇന്ന് രാത്രി പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കള്ളത്തരമോ കാപട്യമോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറി, അതിനകത്തുനിന്ന് മാറി ഓടുവാൻ തക്കവണ്ണം ഇടയാകേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഹല്ലേലൂയ, നേരോടെ നടക്കുന്ന തന്റെ ജനത്തിന് ഒരു നന്മയ്ക്ക് ദൈവം മുടക്കം വരുത്തുവാൻ ഇടയാകത്തില്ല. അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും, ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകും. നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നേരുണ്ടെങ്കിൽ ദൈവം നിന്നെ വഴി നടത്തുവാൻ തക്കവണ്ണം ഇടയാവും. നിന്റെ മക്കളെ നടത്തും, നിന്റെ കുടുംബത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാവും. ഇയ്യോബിനെ നോക്കിയാൽ അവൻ നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, അവൻ ദോഷത്തെ അകലുന്നവനായിരുന്നു ഇയ്യോബ്. അതുകൊണ്ട് തന്നെ അവന് പിന്നത്തേതിൽ ഒരു കാലഘട്ടത്തിൽ അവന് പ്രയാസങ്ങൾ കടന്നു വന്നെങ്കിലും പിന്നത്തേതിൽ ഇയ്യോബിനെ ദൈവം അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവന് ഇരട്ടിയായി അവന് മടക്കി, സകലത്തും നഷ്ടപ്പെട്ടതൊക്കെയും ഇയ്യോബിന് മടക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിന്റെ 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, 11-ന്റെ 9-ാം വാക്യം: വഷളൻ വായ് കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു, നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. വഷളൻ കൂട്ടുകാരനെ വായ് കൊണ്ട് നശിപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നാം എങ്ങനെയുള്ളവരെന്ന് നാം ചിന്തിക്കണം. നമ്മുടെ വായ് കൊണ്ട് മറ്റുള്ളവരെ നാം നശിപ്പിക്കുന്നവരാണോ, പണിയുന്നവരാണോ എന്ന് നാം ചിന്തിക്കണം. നെഹമ്യാവ് പണിയുന്നവനായിരുന്നു, അവൻ പണിയുന്നവനായിരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, നാം എങ്ങനെയുള്ളവരാണ്? നാം പണിയുന്നവരാണോ അതോ മറ്റുള്ളവരെ നശിപ്പിക്കുന്നവരാണോ നാം എന്ന് ചിന്തിക്കണം. അതിന്റെ 11-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു, ദുഷ്ടന്മാരുടെ വായ് കൊണ്ട് അത് ഇടിഞ്ഞു പോകുന്നു. നേരുള്ള ഒരു മനുഷ്യൻ ഒരു പട്ടണത്തിലുണ്ടെങ്കിൽ ആ പട്ടണം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും, ആ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. നിന്റെ പട്ടണം, നമ്മുടെ പട്ടണം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം നേരോടെ നടക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഒരു പട്ടണത്തിൽ ഒരു നേരുള്ളവനുണ്ടെങ്കിൽ ആ പട്ടണത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വായ് കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ വായ് കൊണ്ട് മറ്റുള്ളവരെ ശപിക്കുവാൻ ഇടയാകില്ല. നമ്മുടെ വായ് കൊണ്ട് മറ്റുള്ളവരെ ദോഷം വരുന്ന ഒന്നും നമ്മെ പറയുവാൻ ഇടയാകില്ല. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ദോഷം വരുവാൻ ഇടയാകില്ല. നാം മറ്റുള്ളവർ നമ്മെക്കാൾ ശ്രേഷ്ഠർ എന്ന് എണ്ണുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതിന്റെ 22-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊൻമൂക്കുത്തി പോലെ ആയിരിക്കുന്നു. നമ്മുടെ വാക്കുകൾ വളരെ വിവേകമുള്ളതായിരിക്കട്ടെ. നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ വളരെ വിവേകമുള്ളതായിരിക്കട്ടെ. നാം എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ ഏത് പൊസിഷനായെന്ന് പറഞ്ഞാലും, നമ്മുടെ ജീവിതത്തിൽ വിവേകമില്ലെങ്കിൽ അത് പന്നിയുടെ മൂക്കിലെ മൂക്കുത്തി പോലെ ആയിരിക്കും. എപ്പോഴും ചെളി നിറഞ്ഞതായിരിക്കും, എപ്പോഴും മാലിന്യം നിറഞ്ഞതായിരിക്കും.
നിന്റെ വായിലെ വാക്കുകൾ കൃപയോടുകൂടി ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത് പോലെ നാം കള്ളത്തരമില്ലാതെ, കാപട്യമില്ലാതെ, വക്രത വിട്ടോടി സ്തോത്രം നേരോട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വായിക്കൊണ്ട് മറ്റുള്ളവരെ തകർക്കുന്നവരല്ല, മറ്റുള്ളവരെ ഇടിച്ചു കളയുന്നവരായിട്ടല്ല, മറ്റുള്ളവരെ പണിയുന്നവരായിട്ടാ, മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നവരായിട്ട് തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. God bless you all. Thank you.